ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ വെയിറ്റ് ലോസിന് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ് ഇത്. ഞാൻ ഒരു 15 kgsോളം കുറച്ചപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്നെ കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്ത കുറച്ച് ഫുഡ് ഐറ്റംസ് ഉണ്ട്. അതായത് നിങ്ങളുടെ ലൈഫ് ഹാബിറ്റ്സിൽ നിന്ന്, നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ നിന്ന് ചില ഫുഡ് ഐറ്റംസ് ഒക്കെ മാറ്റി ചില ഫുഡ് ഐറ്റംസ് നല്ലപോലെ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും നല്ലപോലെ വെയിറ്റ് ലോസിന് പറ്റും. അതായത് ഞാനിപ്പോൾ വെയിറ്റ് ലോസിലാണ്. ഇപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് ഒരു 72 kgsലാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ ഒരു 87 kgsോളം ഉണ്ടായിരുന്നു എൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൽ നിന്ന് ഞാനിപ്പോൾ ഒരു 15-16 കിലോളം കുറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ പലർക്കും കുറച്ചും കൂടി എൻ്റെ ഫേസ് ഫാറ്റൊക്കെ കുറച്ചും കൂടി റെഡ്യൂസ് ചെയ്യാനൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ മുന്നേ ഇങ്ങനെ ഇരുന്നിരുന്നതാണ്. ഇപ്പോൾ ഞാൻ കുറച്ച് ഒതുങ്ങി ഇപ്പം ഇങ്ങനെയായി. അപ്പം ഞാൻ എൻ്റെ ഫുഡ് ഹാബിറ്റ്സ് ഒക്കെ കുറച്ച് മാറ്റി, കുറച്ച് സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത്, കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തപ്പോൾ എൻ്റെ വെയിറ്റ് നല്ല പോലെ പെട്ടെന്ന് തന്നെ റെഡ്യൂസ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഹെൽത്തി ആയിട്ടാണ് നമ്മളെപ്പോഴും നമുക്ക് വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഹെൽത്തി ആയിട്ട് വെയിറ്റ് ലോസ് ചെയ്യാന്ന് പറഞ്ഞാലാണ് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം. കാരണം നമ്മുടെ ശരീരത്തിന് വേണ്ട എല്ലാ സാധനങ്ങളും കിട്ടി, നമ്മളെല്ലാം കഴിച്ചുകൊണ്ടാണ് നമ്മൾ വെയിറ്റ് കുറയ്ക്കുന്നത്. അതായത് നമ്മുടെ ശരീരത്തിന് വേണ്ട എല്ലാ പ്രോട്ടീൻസും എല്ലാ വൈറ്റമിൻസും എല്ലാം കിട്ടിക്കൊണ്ടാണ് നമ്മൾ വെയിറ്റ് കുറയ്ക്കുന്നത്. അതാണ് വ്യത്യാസം. ചാടിക്കയറി വെയിറ്റ് കുറയ്ക്കാൻ എല്ലാവർക്കും ചിലപ്പോൾ നടന്നു വരും. പക്ഷെ അത് ഹെൽത്തി ആയിട്ടുള്ള ഒരു വേയിലായിരിക്കില്ല വെയിറ്റ് കുറയുന്നത്. പക്ഷെ നമുക്ക് എന്ത് വേണം, ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ എല്ലാം കഴിച്ചുകൊണ്ട് വേണം വെയിറ്റ് കുറയ്ക്കാൻ. നമ്മൾ ഡെയിലി കഴിച്ചുകൊണ്ടിരിക്കുന്ന പല ഫുഡ് ഐറ്റംസിലും ചില സാധനങ്ങൾ കൂടുതലായിട്ട് നമ്മുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ വെയിറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് കുറയും. അങ്ങനത്തെ കുറച്ച് ഫുഡ് ഐറ്റംസിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോണത്. അപ്പോൾ വെയിറ്റ് ലോസിന് വേണ്ടി ട്രൈ ചെയ്യുന്ന ആൾക്കാരാണ്, വെയിറ്റ് ലോസിന് വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടോളൂ. നിങ്ങൾക്ക് എന്തായാലും ബെനിഫിഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്, നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. ഈ ഒരു സംഭവങ്ങൾ നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും വെയിറ്റ് ലോസ് വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. സോ കൂടുതൽ സംസാരിക്കുന്നില്ല, ലെറ്റ്സ് ജമ്പ് ഇൻ ടു ദ വീഡിയോ. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എൻ്റെ സൗണ്ട് ഒന്ന് എക്സ്ക്യൂസ് ചെയ്യണം. ബിക്കോസ് എനിക്ക് പനി പിടിച്ച് കിടക്കുമായിരുന്നു. അതുകൊണ്ട് കുറച്ച് ദിവസം വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സൗണ്ട് കുറച്ച് മാറിയിട്ടായിരിക്കുന്നുണ്ടാവുക, അതൊന്ന് എക്സ്ക്യൂസ് ചെയ്യണം. സോ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഫുഡിൽ തന്നെ നമുക്ക് തുടങ്ങാം. വീട്ടിലുണ്ടാക്കുന്ന ഫുഡിൽ നമുക്ക് എന്തൊക്കെ നല്ലപോലെ കഴിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ വീട്ടിൽ ഡെയിലി തോരനൊക്കെ ഉണ്ടാക്കും. മെഴുക്ക് പുരട്ടിയൊന്നും അധികം കഴിക്കണ്ട. പക്ഷെ പകരം തോരൻ, കുറച്ച് ഗ്രേറ്റഡ് കോക്കനട്ട് അത് വല്ലാതെ യൂസ് ചെയ്യേണ്ട, എന്നാലും കുറച്ച് കോക്കനട്ടൊക്കെ യൂസ് ചെയ്തിട്ട് തോരനൊക്കെ നമുക്ക് കഴിക്കാം. അതുപോലെ തന്നെ അവിയൽ നല്ല ബെസ്റ്റ് ഒരു ഓപ്ഷനാണ്. നമുക്ക് അവിയലിൽ നമ്മൾ ഡെയിലി ഇപ്പോൾ നമ്മൾ ലഞ്ചായിട്ടോ ഡിന്നറായിട്ടൊക്കെ അവിയൽ കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. കാരണം അതിൽ ലോട്ട്സ് ഓഫ് വെജിറ്റബിൾസും ഉണ്ട്. നമ്മുടെ ശരീരത്തിന് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഐറ്റമാണ് ഈ അവിയൽ എന്ന് പറയുന്നത്. ഈ തോരനും അവിയലൊക്കെ നല്ലപോലെ കഴിക്കാം നമുക്ക് വെയിറ്റ് ലോസ് ജേണിയിലിരിക്കുമ്പോൾ. പക്ഷെ മെഴുക്ക് പുരട്ടി, പിന്നെ എണ്ണ അധികം കലർന്ന ഫുഡ് ഐറ്റംസ്, കറീസ്, അങ്ങനത്തെ സാധനങ്ങളൊന്നും കഴിക്കരുത്. ചിക്കനൊക്കെ കഴിക്കുകയാണെങ്കിൽ ഉപ്പും കുരുമുളക് ഇട്ട് ബോയിൽ ചെയ്തിട്ടാണ് ചിക്കനൊക്കെ കഴിക്കേണ്ടത്. അല്ലാതെ ഡീപ്പ് ഫ്രൈ ചെയ്ത ചിക്കൻ കറിയിൽ ചിക്കനൊക്കെ ഒരു പീസ് കഴിക്കുക. പക്ഷെ ചിക്കൻ കറിയുടെ ഗ്രേവി കഴിക്കാൻ പാടില്ല. അങ്ങനെ കറിയിൽ ഒരു പീസ് വേണമെങ്കിൽ കഴിക്കാം. കൂടുതലും ഉപ്പും കുരുമുളക് കൂടി ഇട്ടിട്ട് ബോയിൽ ചെയ്തിട്ട് ചിക്കനൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതൊക്കെയാണ് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങളിൽ നമ്മൾ കൂടുതലായിട്ട് കഴിക്കേണ്ടത്. ബ്രേക്ക്ഫാസ്റ്റിന് കൂടുതലായിട്ട് നമ്മൾ കഴിക്കേണ്ടത് റാഗി, അങ്ങനത്തെ ഐറ്റംസാണ് കൂടുതലായിട്ട് കഴിക്കുക. ഇപ്പോൾ പുട്ടൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ ഗോതമ്പ് പുട്ട് കുറച്ച് കഴിക്കാം, അല്ലെങ്കിൽ റാഗി പുട്ട് കഴിക്കാം. അങ്ങനത്തെ ഐറ്റംസ്, ഇപ്പോൾ സ്വീറ്റ് കോൺ വേവിച്ചത്, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കുറേ കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ആയിട്ട് കഴിക്കാം. ഇപ്പം നിങ്ങൾ വീട്ടിലിരിക്കുന്ന ഫുഡ് തന്നെയാണ് കഴിക്കുന്നെങ്കിലും, ഇപ്പോൾ പുട്ട് സംഭവങ്ങളൊക്കെ കഴിക്കുകയാണെങ്കിലും ക്വാണ്ടിറ്റി കുറയ്ക്കും. ഇപ്പോൾ നിങ്ങൾ ഒരു ചിരട്ട പുട്ടൊക്കെ ഉണ്ടല്ലോ, ഒരെണ്ണം ഫുൾ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ പകുതിയൊക്കെ കഴിക്കാനേ പാടുള്ളൂ. നമ്മൾ പോർഷൻ കൺട്രോൾ ആദ്യം തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പോർഷൻ കൺട്രോൾ ആണ് ഈ വെയിറ്റ് ലോസിന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവം. നമ്മൾ ഒരു പ്ലേറ്റ് ഫുള്ള് ചോറ് കഴിച്ചിരുന്ന ആളാണെങ്കിൽ ഹാഫ് പ്ലേറ്റ് ആക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഹാഫ് പ്ലേറ്റ് ആക്കുക. അങ്ങനെ കുറച്ച് ക്വാണ്ടിറ്റി കുറച്ച് കൊണ്ടുവന്നാലേ നമുക്കിത് നടക്കുകയുള്ളൂ. വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് അത്ര ഈസിയുള്ള കാര്യമല്ല. എല്ലാവർക്കും അറിയുന്ന പോലെ ഇറ്റ്സ് നോട്ട് ദാറ്റ് മച്ച് ഈസി. പക്ഷേ നിങ്ങളെ കൊണ്ട് പറ്റും. നിങ്ങളൊരു ട്രാക്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് പറ്റും. പിന്നെ നിങ്ങളൊരു സംഭവം കഴിക്കുമ്പോൾ ചിന്തിക്കും, അയ്യോ എനിക്കിത് കഴിക്കാൻ പറ്റിയതാണോ, ഞാൻ വെയിറ്റ് ലോസിലല്ലേ, ഇത് കഴിച്ചാൽ എൻ്റെ വെയിറ്റ് കൂടുമോ എന്നാൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ചിന്തിച്ചു തുടങ്ങും. അപ്പോൾ അങ്ങനെ ഒന്ന് ട്രാക്കിൽ കയറാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് മോട്ടിവേഷനായിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ട്രാക്കിൽ കയറി കിട്ടിയാൽ പിന്നെ സിമ്പിളാണ്. നിങ്ങൾ ട്രാക്കിലൊന്ന് കയറി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ സക്സസ് ആയി തന്നെ നിങ്ങൾ വിചാരിച്ചുള്ളൂ. പക്ഷേ ആ ട്രാക്കിൽ കയറണമെങ്കിൽ കുറച്ച് പണിയുണ്ട്.
ഈ വെയിറ്റ് ലോസിലിരിക്കുമ്പോൾ നിങ്ങൾ ഒഴിവാക്കേണ്ട ഒരു 4 കാര്യം, ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 4 കാര്യം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു തരാം നിങ്ങൾക്ക്. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ഡീപ്പ് ഓയിൽ ഫ്രൈ ചെയ്ത ഐറ്റംസ് കുറയ്ക്കുക. ചിക്കൻ ആയിക്കോട്ടെ, ബീഫ് ആയിക്കോട്ടെ, എന്ത് ഐറ്റംസ് ആയിക്കോട്ടെ, ഇപ്പം ബേക്കറി ഐറ്റംസ് ഉണ്ടല്ലോ, വറവ് പലഹാരങ്ങളുണ്ടല്ലോ, അത് ഫസ്റ്റ് ഓഫ് ഓൾ ഒഴിവാക്കുക. അത് ഒഴിവാക്കാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല, വെയിറ്റ് ലോസ് നിങ്ങൾക്കുള്ളതല്ല. അത് ഒഴിവാക്കാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ വെയിറ്റ് ലോസ് നിങ്ങൾക്ക് നടക്കും. അങ്ങനെ വറവ് പലഹാരങ്ങൾ ആദ്യം ഒഴിവാക്കുക. പിന്നെ ഷുഗർ, ഫസ്റ്റ് ഓഫ് ഓൾ ഷുഗർ കട്ട് ചെയ്യുക. ഞാനൊക്കെ ഇപ്പോൾ ഷുഗർ കട്ടിലാണ്, പക്ഷെ എനിക്ക് ഷുഗർ ക്രേവിങ്സ് ഉറപ്പായിട്ടും വരും. ഉറപ്പായിട്ട് വരുന്ന സമയത്ത് ഞാൻ മറ്റേ ഇതുണ്ടല്ലോ, കരിപ്പെട്ടി ശർക്കരയുടെ ഒരു ഇത്തിരി കഴിക്കും. ചിലപ്പോൾ ഒരു ഡേറ്റ്സ് കഴിക്കും. അല്ലെങ്കിൽ ഹണി, നല്ല പ്യുവറായിട്ടുള്ള ഹണി വേണം കേട്ടോ. പ്യുവർ ഹണി ഒക്കെ എടുത്തിച്ചിട്ട് കഴിക്കാം. എന്തായാലും നമുക്ക് ഷുഗർ, നമ്മൾ കുറേ നാൾ കഴിച്ചുകൊണ്ട് ആൾക്കാരാണെങ്കിൽ നമുക്ക് ഷുഗർ കട്ടിലിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ക്ഷീണം തോന്നും. ഞാൻ ഷുഗർ കട്ടിലിരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു. എനിക്ക് ഒരു ദിവസം എനിക്ക് ഒന്നിനുള്ള എനർജി കിട്ടൂല, ഒന്നും ചെയ്യാൻ തോന്നൂല, എനിക്ക് ചായ കുടിക്കാൻ തോന്നും, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഗ്രാജുവലി അത് ഓക്കെ ആയിട്ട് കോപ്പപ്പായി വന്നു. പക്ഷെ അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷുഗർ ആദ്യം തന്നെ കട്ട് ചെയ്യുക. ഇതാണ് ഒന്നാമത്തെ ഓയിലി ഡീപ്പ് ഫ്രൈഡ് ഐറ്റംസ് ഒഴിവാക്കുക. രണ്ടാമത്തെ ഷുഗർ കട്ട് ചെയ്യുക. മൂന്നാമത്തെ കാര്യം, ഓവർ ഈറ്റിംഗ് ഓഫ് റൈസ് ഓവർ ഈറ്റ് ചെയ്യുന്നത് കുറയ്ക്കുക. റൈസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ സാധനമാണ്. അതുകൊണ്ട് റൈസിൻ്റെ ഓവർ ഈറ്റിംഗ് കുറയ്ക്കുക. റൈസ് ഒരു ദിവസം കഴിക്കാതെ പറ്റില്ല എന്നുള്ള ആൾക്കാരാണെങ്കിൽ റൈസ് ഒരു ചെറിയ ക്വാണ്ടിറ്റി കുറച്ചായിട്ട് കഴിക്കുക. അല്ലാതെ റൈസ് അധികം കഴിക്കേണ്ട. നമ്മൾ രാത്രിയൊക്കെ റൈസ് കഞ്ഞിയൊക്കെ കുടിച്ച് കിടക്കുന്നത് നമുക്ക് നല്ല വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഐറ്റംസ് ആണ് അതൊക്കെ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഓവറായിട്ട് റൈസ് കഴിക്കുന്നത് ഒഴിവാക്കുക. അതാണ് മൂന്നാമത്തെ കാര്യം. പിന്നെ നാലാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓവറായിട്ട് കോക്കനട്ട് മിൽക്ക് ഉള്ള ഐറ്റംസ് ഒക്കെ കുറയ്ക്കുക. കോക്കനട്ട് മിൽക്കൊക്കെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഫാറ്റ് തരുന്ന ഒരു സാധനമാണ് കോക്കനട്ട് മിൽക്ക്. അപ്പോൾ അതുകൊണ്ട് കോക്കനട്ട് മിൽക്കൊക്കെ യൂസ് ചെയ്ത ചിക്കൻ സ്റ്റൂ അല്ലെങ്കിൽ കോക്കനട്ട് മിൽക്കിൽ മുക്കി വെച്ചിട്ട് നമ്മൾ പാലപ്പം അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കില്ല. അങ്ങനത്തെ കോക്കനട്ട് മിൽക്ക് അധികം അടങ്ങിയിട്ടുള്ള ഫുഡ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. ഈ 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങളുടെ വെയിറ്റ് ലോസിൽ നിങ്ങൾക്ക് നല്ലപോലെ ഹെൽപ്പ് ചെയ്യും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നേരത്തെ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ശ്രമിക്കണം. ഒരു 7:30-ക്കുള്ളിൽ ഡിന്നർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ വെയിറ്റ് ഗെയിൻ ചെയ്യൂല. അല്ലാതെ നിങ്ങൾ കിടക്കാൻ 10 മണിക്ക് പോകുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു 9:30-ക്ക് ഫുഡ് കഴിച്ചിട്ട് കിടന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉള്ള വെയിറ്റ് നിന്ന് വീണ്ടും വെയിറ്റ് കൂടത്തേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നേരത്തെ ഫുഡ് കഴിക്കുക. അതുപോലെ തന്നെ നല്ല സ്ലീപ്പും കൊടുക്കുക ശരീരത്തിന്. ഒരു 8 hours ഓഫ് സ്ലീപ്പ് എന്തായാലും വേണം. അത് ബോഡിക്ക് മസ്റ്റാണ്. പിന്നെ വെയിറ്റ് ലോസിലിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നന്നായിട്ട് വെള്ളം കുടിക്കുക. വെള്ളം നിങ്ങൾ കുടിക്കാതെ എത്ര വെയിറ്റ് ലോസിന് നിങ്ങൾ ട്രൈ ചെയ്താലും നിങ്ങൾ വെയിറ്റ് ലോസ് ആവില്ല. വെയിറ്റ് ലോസിലിരിക്കുന്നവർക്ക് ഡീഹൈഡ്രേഷൻ ഓട്ടോമാറ്റിക് ആയിട്ടുണ്ടാവും. ഡീഹൈഡ്രേഷൻ വരുമ്പോൾ നമ്മൾ ശരീരത്തിന് വെള്ളം കൊടുത്തോണ്ടേ ഇരിക്കണം. നമ്മൾ വെള്ളം കൊടുത്തില്ല എങ്കിൽ നമ്മുടെ ബോഡി തിരിച്ച് വെയിറ്റ് ഗെയിൻ ചെയ്യുകയുള്ളൂ. നമ്മൾ എത്ര ഡയറ്റ് എടുക്കുന്നോ അത്രയും വെള്ളം നമ്മൾ കൊടുത്തോണ്ടേ ഇരിക്കണം നമ്മുടെ ശരീരത്തിന്. എന്നാലേ നമ്മുടെ വെയിറ്റ് ലോസ് അവിടെ നടക്കത്തുള്ളൂ. ഇത്രയും പോയിന്റ്സ് നിങ്ങളൊന്ന് മൈൻഡിൽ വെച്ചിട്ട് വേണം വെയിറ്റ് ലോസിലേക്ക് നിങ്ങൾ കടക്കാൻ വേണ്ടി. പിന്നെ അടുത്തൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്മാർട്ട് കുക്കിംഗ് മെത്തേഡ്സ് ഉപയോഗിക്കുക. അതായത് നമ്മളിപ്പോൾ വറുത്തത്, പൊരിച്ചത്, എണ്ണയിൽ ഡീപ്പ് ഫ്രൈ ചെയ്തത് അങ്ങനത്തെ ഐറ്റംസിന് പകരം നമ്മൾ ബോയിൽ ചെയ്തത്, അതുപോലെ തന്നെ ഗ്രിൽ ചെയ്തത്, അതുപോലെ തന്നെ ഫയർ ചെയ്തത് അങ്ങനത്തെ ഐറ്റംസ് കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. വെയിറ്റ് ലോസിലുള്ളവർ ഒരിക്കലും ഒരുപാട് എണ്ണ ഒന്നും ഉപയോഗിക്കരുത്. ഒട്ടും എണ്ണ കഴിക്കാതെ പറ്റില്ല എന്നുള്ളൊരു ജസ്റ്റ് സ്പ്രേ ബോട്ടിൽ കിട്ടും. എണ്ണ എടുത്തിട്ട് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ജസ്റ്റ് തവയിൽ ജസ്റ്റ് സ്പ്രേ ചെയ്തിട്ട് മാത്രം എണ്ണ ഉപയോഗിക്കുക. എണ്ണ ഒട്ടും നല്ലതല്ല ശരീരത്തിന്. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് പുഴുങ്ങിയിട്ടോ അല്ലെങ്കിൽ ഗ്രിൽ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഫയർ ചെയ്തിട്ടോ അങ്ങനെ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പോൾ ചിക്കൻ ആണെങ്കിലും ഫിഷ് ആണെങ്കിലും നമ്മൾ വെയിറ്റ് ലോസിൽ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ചിക്കനൊന്നും കഴിക്കാൻ പാടില്ല എന്നൊന്നുമില്ല. ചിക്കനും ഫിഷൊക്കെ എഗ്ഗൊക്കെ നമ്മൾ വെയിറ്റ് ലോസിൽ പ്രോട്ടീനായിട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. എസ്പെഷ്യലി ശ്രദ്ധിക്കേണ്ടത് ലീൻ പ്രോട്ടീൻസ് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇതൊക്കെ ശരീരത്തിന് നല്ലതാണെങ്കിൽ കൂടെ നമ്മൾ കുക്ക് ചെയ്യുന്ന മെത്തേഡിലുണ്ട് വ്യത്യാസം. നമ്മളിപ്പോൾ ചിക്കൻ വെയിറ്റ് ലോസിൽ എടുക്കാമെന്ന് വെച്ചിട്ട് ചിക്കൻ കൊണ്ടുപോയി എണ്ണയിലിട്ടിട്ട് മുക്കി പൊരിച്ച് കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ഒന്നില്ലെങ്കിൽ ബോയിൽ ചെയ്ത് കഴിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രിൽ ചെയ്ത് കഴിക്കുക, ഫയർ ചെയ്ത് കഴിക്കുക, അങ്ങനെ ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനത്തെ എന്തെങ്കിലും ഓപ്ഷൻസ് ഓപ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. വെയിറ്റ് ലോസിലുള്ളവർ മാത്രം ഇത് ശ്രദ്ധിച്ചാൽ മതി. അല്ലാതെ വെയിറ്റ് ഗെയിനിലിരിക്കുന്നവർ ഇതൊന്നും ട്രൈ ചെയ്യേണ്ട. ആൻഡ് ഓൾസോ ഈ വീഡിയോ കണ്ടുകൊണ്ട് ഇൻട്രസ്റ്റ് ഇല്ലാതെ
ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കാണേണ്ട, സ്കിപ്പ് ചെയ്ത് പോകാം, ഒരു പ്രശ്നമില്ല. ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കാണാം. വെയിറ്റ് ലോസിന് വേണ്ടി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇത് കാണാം. കാരണം ഞാൻ ഇതിലിടുന്ന ഓരോ വീഡിയോയും എൻ്റെ ഡയറ്റീഷ്യൻ എനിക്ക് സ്ക്രിപ്റ്റ് ചെയ്ത് തന്ന ഡയറ്റ് പ്ലാൻസ് ആണ് ഞാൻ ഇതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ചെയ്തിട്ട് 10-16 കിലോ എന്നെ കൊണ്ട് കുറയ്ക്കാൻ പറ്റിയതും കൊണ്ട് കൂടിയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അതായത് നമ്മൾ ഒരു റിസൾട്ടും ഇല്ലാണ്ട് നമ്മൾ വന്ന് ഷെയർ ചെയ്തിട്ടൊരു കാര്യമില്ല. ഞാൻ നല്ല ഗുണ്ടായിട്ടിരുന്നതാണ്. ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് ഒരു 10-16 കിലോ കുറച്ചിട്ട് ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നത്. ഇനിയും ഞാൻ ഇപ്പോഴും വെയിറ്റ് ലോസിൽ തന്നെയാണ്. എനിക്കിനി ഒരു 4-5 കിലോ കൂടെ കുറച്ചാലാണ് കുറച്ചുകൂടെ എൻ്റെ ഫേസ് ഫാറ്റൊക്കെ കുറച്ചുകൂടെ കുറയാനുണ്ട്. അപ്പോൾ ഒരു 4-5 കിലോ കൂടെ കുറഞ്ഞാലാണ് ഞാൻ കുറച്ചുകൂടെ എൻ്റെ ഒരു എനിക്ക് എന്തും കംഫർട്ടബിളായിട്ട് കഴിക്കാം എന്നുള്ളൊരു പോയിന്റിലേക്ക് എനിക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇതെല്ലാം ഒരു ഡയറ്റീഷ്യൻ്റെ കീഴിൽ എടുത്തിട്ടുള്ള ഡയറ്റ് പ്ലാൻസ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ആരും ഞാൻ ഫോഴ്സ് ചെയ്യുകയോ നിർബന്ധിക്കുകയോ ഇല്ല. വെയിറ്റ് ലോസിന് ആഗ്രഹിക്കുന്നവർക്ക് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഈ വെയിറ്റ് ലോസിലിരിക്കുമ്പോൾ നമുക്ക് ഏറ്റവും നന്നായിട്ട് കഴിക്കാൻ പറ്റുന്ന വെജിറ്റബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുമ്പളങ്ങ നല്ലപോലെ കഴിക്കാം. ഞാൻ മുൻപത്തെ വീഡിയോയിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കുമ്പളങ്ങ. അതായത് നമ്മൾ രാവിലെ എണീറ്റ് വെറും വയറ്റിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക. അതിന് ശേഷം പ്രീ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഒരു ഗ്ലാസ് കുമ്പളങ്ങ ജ്യൂസ് കുടിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുമ്പളങ്ങ ജ്യൂസ് കുടിക്കുമ്പോൾ വയറൊക്കെ നല്ലപോലെ കുറയും, നമ്മുടെ ഫാറ്റ് കുറച്ച് റെഡ്യൂസ് ആവുന്ന പോലെ നമുക്ക് തോന്നും. ഒത്തിരി പേര് കുമ്പളങ്ങ ജ്യൂസ് ഡെയിലി കുടിക്കാൻ തുടങ്ങി. ചേച്ചി എനിക്ക് നല്ല മാറ്റമുണ്ട്, ചേച്ചി ഞാൻ കുറച്ച് വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്, എൻ്റെ വയറ് നല്ലപോലെ ഉള്ളിലോട്ട് പോയി, ഒന്ന് കുറഞ്ഞ പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്, ഈ കുമ്പളങ്ങ വാട്ടർ അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട്, ജ്യൂസ് അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട് കുറേ പേര് എനിക്ക് കമൻറ്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ട്രൈ ചെയ്ത് നോക്കി എല്ലാവർക്കും നന്ദി. ഞാനും അത് കുറേ കുടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇരുന്ന വയറ് എനിക്കിപ്പോൾ ഫ്ലാറ്റ് ആക്കാൻ പറ്റിയത്. ഈ കുമ്പളങ്ങ ജ്യൂസ് കുടിച്ചുകൊണ്ടാണ്. കുടിക്കാത്തവർ ട്രൈ ചെയ്ത് നോക്കാത്തൊരു വലിയ സൈഡ് എഫക്ട്സ് ഉള്ള സാധനമൊന്നുമില്ല കുമ്പളങ്ങ ജ്യൂസ്. നോർമലി വേണമെങ്കിൽ ജ്യൂസ് ചുമ്മാ കുടിക്കാനായിട്ട് മടിയുള്ളവർക്ക് ഒരു പിഞ്ച് ഓഫ് സോൾട്ടും ഒരു ഇച്ചിരി ലെമണും കൂടെ പിഴിഞ്ഞിട്ട് വേണമെങ്കിൽ കുടിക്കാം. പക്ഷെ വെറുതെ കുടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഞാൻ കുറച്ച് സോൾട്ട് ഇട്ടിട്ടാണ് കുടിക്കാറ്. ഇച്ചിരി പ്രയാസമാണ് കുടിക്കാൻ, പക്ഷെ അടിപൊളി റിസൾട്ടാണ്. കുറേ കോമൻസ് ഞാൻ കണ്ടു. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി. കാരണം ഞാൻ പറഞ്ഞു തന്ന ഒരു റെസിപ്പിയെങ്കിലും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അടിപൊളിയാണെന്ന് നിങ്ങൾ കമൻറ്റ് ഇട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ട്രൈ ചെയ്ത് നോക്കാത്തവർ വീണ്ടും വീണ്ടും ട്രൈ ചെയ്ത് നോക്കിക്കോ. നല്ല ബെനിഫിറ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി 100% റിസൾട്ടാണ് ആ കുമ്പളങ്ങ വാട്ടറിന്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന വേറെ വെജിറ്റബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഫി വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാം. സ്പിനാച്ച്, ചീരയൊക്കെ നല്ലപോലെ കഴിക്കാം. അതുപോലെ തന്നെ ബീൻസ്, വൺ ഓഫ് ദ ബെസ്റ്റ് സംഭവമാണ് ബീൻസ്. ബീൻസിലാണെങ്കിൽ ഹൈ പ്രോട്ടീൻ ആണ്, വേറെ ഹൈ പ്രോട്ടീൻ ഫൈബറൊക്കെ ഉണ്ട് ബീൻസിൽ. വേറെ ഫാറ്റും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ബീൻസ് നിങ്ങൾക്ക് വെറുതെ ഉപ്പും കുരുമുളകും ബട്ടർ ഇട്ടിട്ട് ഇങ്ങനെ സോട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ കഴിക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തോരനായിട്ട് കട്ട് ചെയ്തിട്ട് നോർമലി നമ്മൾ ഗ്രേറ്റഡ് കോക്കനട്ടൊക്കെ കുറച്ചിട്ടിട്ട് ഒരു തോരൻ പോലെ ആക്കി കഴിക്കാം. അതാണെങ്കിലും ബീൻസ് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ചീര വെറുതെ വാട്ടി കഴിക്കാം. ഇല്ലെങ്കിൽ ചീര സൂപ്പ് പോലെ ഉണ്ടാക്കി കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഈ 2 വെജിറ്റബിൾസും നിങ്ങൾ വെയിറ്റ് ലോസിലാണെങ്കിൽ ഡെയിലി ഒരു വട്ടെങ്കിലും, ബീൻസ് ഒക്കെ ഡെയിലി ഒരു വട്ടെങ്കിലും ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ബീൻസ്. ഏറ്റവും കൂടുതൽ നല്ല വെള്ള കളറുള്ള ബീൻസിനേക്കാളും നല്ല ഡാർക്ക് ഗ്രീൻ ആയിട്ടുള്ളൊരു ബീൻസ് കിട്ടും. അതാണ് ഏറ്റവും നല്ലത് ഫോർ വെയിറ്റ് ലോസ്. മറ്റേ ബീൻസ് ആണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഡാർക്ക് ഗ്രീൻ കളർ കിട്ടുമെങ്കിൽ അത് ഓപ്റ്റ് ചെയ്യാനേ ഞാൻ പറയത്തുള്ളൂ. അത് അടിപൊളിയാണ്. ആൻഡ് ഈ കുമ്പളങ്ങ വെള്ളം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഫ്രൂട്ട്സിൻ്റെ കാര്യം വരുമ്പോൾ നമ്മളെ കേരള ഫ്രൂട്ട്സ് ആയ ഈ ചക്ക, മാങ്ങ അങ്ങനത്തെ സംഭവങ്ങളൊന്നും അധികമായിട്ട് വെയിറ്റ് ലോസിൻ്റെ സമയത്ത് കഴിക്കാതിരിക്കുകയാണ് വളരെ നല്ലത്. അതിലൊക്കെ കൂടുതൽ ഗ്ലൈസമിക് ഇൻഡെക്സ് കൂടുതലുള്ള ഫ്രൂട്ട്സാണ്. അതുപോലെ തന്നെ ലൈക്ക് നേന്ത്രപ്പഴം, ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഹൈ ഗ്ലൈസമിക് ഇൻഡെക്സ് ഉള്ള ഫ്രൂട്ട്സ് ആണ്. ഇതൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് വെയിറ്റ് ഗെയിനാണ് അതൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. സോ ആ ഫ്രൂട്ട്സ് ഒക്കെ മാക്സിമം ഒഴിവാക്കാൻ നോക്കുക. ലൈക്ക് ഗ്രീൻ ആപ്പിളൊക്കെ കഴിക്കാം, ഗ്രീൻ ആപ്പിൾ, ഓറഞ്ച് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കഴിക്കാം. പക്ഷെ ഒന്നും എക്സസീവ് എമൗണ്ടിൽ, ഫ്രൂട്ട്സ് ആണെങ്കിൽ കൂടെ എക്സസീവ് എമൗണ്ടിൽ ഒരിക്കലും നമ്മൾ ഇൻടേക്ക് ചെയ്യരുത് നമ്മൾ വെയിറ്റ് ലോസിൻ്റെ സമയത്ത്. കാരണം എല്ലാ ഫ്രൂട്ട്സിലും നാച്ചുറൽ ഷുഗർ കണ്ടന്റ് നല്ല പോലെ ഉണ്ട്. എന്ത് ഫ്രൂട്ട് ഐറ്റം എടുത്താലും നാച്ചുറൽ ഷുഗർ കണ്ടന്റ് നല്ല പോലെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഷുഗർ വേറെ പുറത്തുനിന്ന് പഞ്ചസാര ഒന്നും എടുത്തില്ലെങ്കിലും ഈ ഫ്രൂട്ട്സിലൂടെ നല്ല പോലെ നമുക്ക് ഷുഗർ കൂടാനുള്ള ചാൻസ് ഉണ്ട് ശരീരത്തിൽ. അപ്പോൾ അത് വെയിറ്റ് ഗെയിൻ ആണ് ഹെൽപ്പ് ചെയ്യുക, വെയിറ്റ് ലോസിന് അത് ഒരിക്കലും ഹെൽപ്പ് ചെയ്യില്ല. അപ്പോൾ എന്ത് ഫ്രൂട്ട്സ് എടുക്കുമ്പോഴും മോഡറേറ്റ് എമൗണ്ടിൽ കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പോൾ ഒരു ആപ്പിൾ എടുത്താൽ ഒരു ആപ്പിൾ മാത്രം കഴിക്കുക, ഒരു ഓറഞ്ച് ആണെങ്കിൽ ഒരു ഓറഞ്ച് മാത്രം കഴിക്കുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നമില്ല. എക്സസീവ് എമൗണ്ട് എന്ത് കഴിച്ചാലും നിങ്ങളുടെ ശരീരത്തിന് അത് അഡ്വേഴ്സ്ലി ബാഡായിട്ടേ അഫക്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അങ്ങനെ കഴിക്കാതിരിക്കാൻ ശ്രമിക്കുക.
പിന്നെ ഈ വേറൊരു ഫ്രൂട്ട് നമുക്ക് എത്ര വേണമെങ്കിലും കഴിക്കാവുന്ന ഒരു ഫ്രൂട്ടാണ് സീതാഫൽ, അതായത് കസ്റ്റർഡ് ആപ്പിൾ, സീതപ്പഴം. അത് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കഴിക്കാം. അതിൽ വലിയ ഗ്ലൈസമിക് ഇൻഡെക്സ് ഇല്ലാത്തൊരു ഫ്രൂട്ടാണ്. ആൻഡ് ഓൾസോ വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫ്രൂട്ടാണ് സീതപ്പഴം. അതാണെങ്കിൽ നിങ്ങൾക്ക് 2-3 കഴിച്ചുകൊണ്ട് പ്രശ്നമില്ല. ബാക്കി എന്ത് ഫ്രൂട്ട്സ് എടുക്കുമ്പോഴും മിനിമലായിട്ട് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ വാട്ടർ മെലണും നിങ്ങൾക്ക് കഴിക്കാം. വാട്ടർ മെലണിൽ ഏറ്റവും കൂടുതലുള്ളത് വാട്ടർ കണ്ടന്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വാട്ടർ മെലൺ ധൈര്യമായിട്ട് അത്യാവശ്യം കഴിക്കാവുന്നതാണ്, കുഴപ്പമില്ല. പിന്നെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നത് ഫിഷ് ഐറ്റംസിലെ ഏറ്റവും കൂടുതൽ നല്ല പോലെ കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ചാള, മത്തി. ഈ സംഭവം കിട്ടുമെങ്കിൽ നല്ലപോലെ കഴിക്കുന്നത് ഒരു ലീൻ പ്രോട്ടീനാണ്. അത് നല്ലപോലെ കഴിക്കുന്നത്, ഫിഷ് ഐറ്റമിൽ അത് നല്ലപോലെ കഴിക്കുന്നത് വെയിറ്റ് ലോസിന് നല്ലപോലെ ഹെൽപ്പ് ചെയ്യും. പിന്നെ എന്ന് പറയുകയാണെങ്കിൽ ഈ പയർവർഗ്ഗങ്ങൾ, കടല, പയർ, പരിപ്പ്, ചെറുപയർ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിക്കാം. കൂടുതലും പറ്റിയെങ്കിൽ ഈ പയർവർഗ്ഗങ്ങൾ മുളപ്പിച്ച് കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. ചെറുപയറായിക്കോട്ടെ, പയറായിക്കോട്ടെ, ഇത് കടലായിക്കോട്ടെ, ഇതൊക്കെ മുളപ്പിച്ച് കഴിക്കുമ്പോൾ കുറച്ചുകൂടെ ഹെൽത്തിയാണ് ശരീരത്തിന്. മുളപ്പിച്ച് വേവിച്ച് ഉപ്പും ഇച്ചിരി മുളകൊക്കെ ഇട്ടിട്ട് അങ്ങനെ കഴിക്കാൻ വേണ്ടി നോക്കുക. പിന്നെ ഞാൻ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ ഈ റൈസിനൊക്കെ പകരം മില്ലറ്റ്സിലോട്ട് മാറേണ്ട സമയം നമ്മൾ കഴിഞ്ഞു. ഇപ്പോൾ വെയിറ്റ് ലോസിലിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ഈ റൈസിന് പകരം മില്ലറ്റിലോട്ട് കടക്കേണ്ട സമയം അതിക്രമിച്ചു എന്ന് തന്നെ പറയാം. നമുക്ക് റൈസ് പറ്റൂല. റൈസ് അധികം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് തടിക്കുന്ന ഒരു ശരീരപ്രകൃതിയുള്ള ആൾക്കാരാണ്. അങ്ങനെയുള്ളവരാണ് ഈ വെയിറ്റ് ഗെയിനിൽ ഇരിക്കുന്നത്. പിന്നെ പല പല അസുഖങ്ങൾ, PCOD, PCOS കൊണ്ടൊക്കെ തടിക്കുന്ന ആൾക്കാരുണ്ട്, തൈറോയിഡ്, അതുകൊണ്ടൊക്കെ തടിക്കുന്ന ആൾക്കാരുണ്ട്. അവരാണെങ്കിൽ പോലും റൈസ് കുറച്ച് കൺട്രോൾ ചെയ്തിട്ട് തന്നെ ഒരു ലൈഫ് സ്റ്റൈൽ മാറ്റുവാണെങ്കിൽ വളരെ നല്ലതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് 3 നേരം റൈസ് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ചുരുക്കി 1 നേരമൊക്കെ റൈസ് കഴിച്ചാൽ മതി. അതും പോർഷൻ കൺട്രോൾ ചെയ്ത് കഴിക്കാം. മില്ലറ്റ്സ്, ലിറ്റിൽ മില്ലറ്റ്, ബർണിയാഡ് മില്ലറ്റ്, അതുപോലെ തന്നെ അങ്ങനത്തെ കുറേ തരം മില്ലറ്റ്സുകളുണ്ട്. അപ്പം അങ്ങനത്തെ മില്ലറ്റ്സ് എന്തെങ്കിലും വാങ്ങിച്ച് ചോറിനെ റീപ്ലേസ് ചെയ്തിട്ട് പകരം അത് കഴിക്കുവാണെങ്കിൽ വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് എനിക്ക് വെയിറ്റ് ലോസിൽ പോകുന്ന ആൾക്കാരോട് പറയാനുള്ളത്. ഇത്ര കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് ഇത്ര ഞാൻ പറഞ്ഞ ഫുഡ് ഐറ്റംസ് ഒക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്ത് ഞാൻ പറഞ്ഞ ബാക്കി ഫുഡ് ഐറ്റംസ് ഒക്കെ നിങ്ങളുടെ ഡെയിലി റൂട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ 15 അല്ല 20 അല്ല എത്ര കിലോ വേണമെങ്കിലും നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും. പക്ഷെ അത് ഒറ്റയടിക്ക് ഒന്നും കുറയില്ല. ഒറ്റയടിക്ക് കുറയ്ക്കരുത്. ഒറ്റയടിക്ക് കുറയ്ക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിന് തന്നെയാണ് അത് നഷ്ടം, ശരീരത്തിന് തന്നെയാണ് ഡാമേജ് ഉണ്ടാക്കുന്നത്. പക്ഷെ എല്ലാം ഗ്രാജുവലി കുറച്ച് കൊണ്ടുവരാം. ഇപ്പം ഷുഗർ കട്ട് ചെയ്യാൻ പറഞ്ഞെന്ന് വെച്ച് ഇപ്പം 2 നേരം ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നാളെ പോയിട്ട് നാളെ മുതൽ ഞാൻ ഷുഗർ കട്ട് ചെയ്യുന്നു, ഷുഗറെ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിർത്തിയിട്ട് കാര്യമില്ല. അപ്പോൾ എന്താ ഉണ്ടാവുക, ശരീരത്തിന് അത് നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുള്ളൂ. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, 2 നേരം ചായ കുടിക്കുന്ന ആളാണെങ്കിൽ 2 നേരം അതായത് ഒരു കപ്പിൽ 3 സ്കൂപ്പ് പഞ്ചസാര ഇട്ടിട്ട് 2 നേരം കുടിക്കുന്ന ആൾക്കാരാണെങ്കിൽ 3 എന്നുള്ളത് ഒരു 2 സ്പൂൺ ആക്കുക, പിന്നെ 1.5 സ്പൂൺ ആക്കുക, 1 സ്പൂൺ ആക്കുക, പിന്നെ പഞ്ചസാര ഇടാതെ ചായ കുടിക്കുക. അങ്ങനെ ഗ്രാജുവലി ആണ് നിങ്ങൾക്ക് എന്താണെങ്കിലും അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. എന്ത് സംഭവം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും, വെയിറ്റ് ലോസ് ആയിക്കോട്ടെ, വെയിറ്റ് ഗെയിൻ ആയിക്കോട്ടെ, സ്കിൻ കെയർ ആയിക്കോട്ടെ, എന്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണെങ്കിലും നിങ്ങൾക്ക് ഫസ്റ്റ് വേണ്ടത് കൺസിസ്റ്റൻസിയാണ്. കൺസിസ്റ്റൻസി ഈസ് ദ കീ. എന്താണെങ്കിലും കൺസിസ്റ്റൻസി ഉണ്ടെങ്കിലേ ഇന്ന് ചെയ്തിട്ട് നാളെ ചെയ്യാതിരുന്നാൽ മറ്റന്നാളേക്ക് നിങ്ങൾ തടിക്കുകയുള്ളൂ. അപ്പോൾ ഇന്ന് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് 1 മാസം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കും. അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു 14 ദിവസം ഒരു കലണ്ടർ എടുക്കുക, മാർക്ക് ചെയ്യുക. ഇന്ന് മുതൽ 14 ദിവസം നമുക്ക് ഒരുമിച്ച് വെയിറ്റ് ലോസിൽ നോക്കിയാലോ. ഞാനും എന്തായാലും വെയിറ്റ് ലോസ് ആണ്, എനിക്ക് ഒരു 5 കിലോ കുറയ്ക്കണമെന്നുണ്ട്, നിങ്ങൾക്ക് ഒരു 5 കിലോ കുറയ്ക്കണമെന്നുണ്ടോ? എന്നാൽ നമുക്ക് 1 മാസം ഒരുമിച്ച് ട്രൈ ചെയ്താലോ, 1 മാസം കൊണ്ട് നമുക്ക് 5 കിലോ കുറച്ചാലോ? എന്ത് പറയണോ? അങ്ങനെയാണെങ്കിൽ ഇന്ന് മുതൽ, ഇപ്പം ഇന്നാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഇപ്പം ഇന്ന് ഞാൻ പറഞ്ഞ കുറച്ച് ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ നിങ്ങൾ നാളെ മുതൽ എടുത്ത് തയ്യാറാക്കി വെക്കുക. നാളെ മുതൽ നമുക്ക് വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നാളെ മുതൽ ഒരു 1 മന്തിലോട്ട് നമുക്ക് വെയിറ്റ് ലോസ് ഡെയിലി എന്തൊക്കെ കഴിക്കുന്നു എന്ന് അപ്ഡേറ്റ് ചെയ്ത് ഡെയിലി നമുക്ക് വെയിറ്റ് ലോസ് ജേണിയിൽ പോയാലോ? നിങ്ങൾ തയ്യാറാണെങ്കിൽ, നിങ്ങൾക്ക് ഇപ്പോൾ വെയിറ്റ് ലോസിന് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടോ. അപ്പം നമുക്ക് നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യാം. നാളെ മുതൽ 1 മന്ത് ട്രൈ ചെയ്തിട്ട് 5 kg നമ്മൾ കുറച്ചിരിക്കും. ഞാൻ 5 kg കുറച്ചിരിക്കും, നിങ്ങൾ 5 kg കുറച്ചിരിക്കും. റെഡി ആണെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്തോളൂ. നമുക്ക് വേണമെങ്കിൽ ഉള്ളവർ വെച്ചിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പോ ടെലിഗ്രാം ഗ്രൂപ്പോ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് വെയിറ്റ് ലോസ് നോക്കാം. അങ്ങനെയാണെങ്കിൽ ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാവർക്കും എല്ലാവരുടെ അടുത്തും എത്തുകയും ചെയ്യും. ആ ഒരു വെയിറ്റ് ലോസിൻ്റെ ടിപ്സും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും എത്തുകയും ചെയ്യും. പിന്നെ ഡെയിലി നമ്മളിങ്ങനെ അപ്ഡേറ്റ് ചെയ്തപ്പോൾ നമ്മൾ ഒറ്റയ്ക്കാകുമ്പോഴാണ് നമുക്കൊരു മടി വരിക വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ കൂടെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ടെന്ന് കാണുമ്പോൾ, ഇപ്പോൾ ഓരോരുത്തർ ഡെയിലി കഴിച്ച സാധനങ്ങൾ ഇങ്ങനെ ഗ്രൂപ്പിൽ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഓക്കെ, അപ്പോൾ എനിക്കും ചെയ്താൽ പറ്റും, അപ്പം ഞാനും ഇപ്പോൾ ചെയ്യാം, അതായത് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാൻ ഇന്ന് മുതൽ ട്രൈ ചെയ്യട്ടെ എന്ന് ചോദിച്ചിട്ട് നിങ്ങളും ഓട്ടോമാറ്റിക്കായിട്ട്
വരും. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂടുതൽ സർക്കിളിലുള്ള ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ആദ്യം തന്നെ നിങ്ങൾ വെയിറ്റ് ലോസിൽ ഇരിക്കുകയാണെങ്കിൽ കട്ട് ചെയ്യേണ്ടത് ഈ ജങ്ക് ഫുഡ്സ് കുറേ കഴിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ട്, അവരെ നിങ്ങൾ കട്ട് ചെയ്തു. അല്ലെങ്കിൽ ഡെയിലി പുറത്ത് പോകാൻ വാ ഫുഡ് കഴിക്കാൻ പോവാ മന്തി കഴിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് വിളിക്കുന്ന ഫ്രണ്ട്സിനെ നിങ്ങൾ കട്ട് ചെയ്തു. അതാവും അങ്ങനത്തെ ഒരു സർക്കിൾ വിട്ടാൽ തന്നെ നിങ്ങൾ കുറച്ച് വെയിറ്റ് കുറയും. ഇപ്പോൾ ഹോസ്റ്റലിലോ വേറെ എവിടെയെങ്കിലുമൊക്കെ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. വീക്കെൻഡ് ആയാലോ എങ്ങനെ ആയാലും ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് പോവും, പുറത്തുനിന്ന് ഫുഡ് കഴിക്കും, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ അതൊക്കെ കട്ട് ചെയ്യുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പറയാനുള്ള വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആപ്പുകളുണ്ടല്ലോ, ഫുഡ് ഓർഡർ ചെയ്യുന്ന ആപ്പുകൾ, സൊമാറ്റോ, സ്വിഗ്ഗി, ബ്ലിങ്കിറ്റ്, ഇൻസ്റ്റാമാർട്ട്, ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ ഫോണിൽ, അതൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ എടുക്കുക, ഡിലീറ്റ് ചെയ്യാം. എൻ്റെ ഫോണിൽ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇല്ല ഇപ്പോൾ, ഞാൻ എല്ലാം ഡിലീറ്റ് ചെയ്തിരിക്കുവാണ്. കാരണം എൻ്റെ ഒരു വെയിറ്റ് ഒരു ഗോളുണ്ട്. ആ ഗോളിൽ എത്തിയതിന് ശേഷം ഞാൻ ഇതൊക്കെ ഇൻസ്റ്റാൾ ചെയ്യും. പിന്നെ കുറച്ച് കഴിച്ച് വരാം. അതും പോർഷൻ കൺട്രോൾ ചെയ്ത് കുറച്ചായിട്ട് കഴിക്കാം. പക്ഷെ അതുവരെയും ഈ വക ആപ്പും കാര്യങ്ങളൊന്നും ഫോണിൽ വേണ്ട. കാരണം ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് രാത്രിയാകുമ്പോൾ ക്രേവിങ്സ് വരും. അയ്യോ ഇപ്പം എനിക്ക് മറ്റേ ഐസ്ക്രീം കഴിക്കണം, അല്ലെങ്കിൽ ചോക്ലേറ്റ് കഴിക്കണം എന്നൊക്കെ ക്രേവിങ്സ് വരുമ്പോൾ ഫോൺ എടുക്കുക, ഓർഡർ ചെയ്യുക, ഡെസേർട്ട് എന്തെങ്കിലും ഓർഡർ ചെയ്യുക, കഴിക്കുക. അല്ലെങ്കിൽ ജങ്ക് ഫുഡ്സ് എന്തെങ്കിലും മന്തി ഓർഡർ ചെയ്യുക, കഴിക്കുക. ഇതായിരിക്കും പണി. അപ്പോൾ അതുകൊണ്ട് അത് വേണ്ട, ആ ആപ്പുകളൊക്കെ കളഞ്ഞോളൂ. സോ അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. എൻ്റെ ഈ വെയിറ്റ് ലോസിൻ്റെ കുഞ്ഞു ടിപ്സും കുഞ്ഞു കാര്യങ്ങളും, ഈ ലൈഫ് സ്റ്റൈലിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും, എന്തൊക്കെ ഫുഡ് ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്യണം, എന്തൊക്കെ ഫുഡ് ഐറ്റംസ് ഒഴിവാക്കണം, എന്തൊക്കെ നമ്മൾ കട്ട് ചെയ്യണം എന്നൊക്കെയുള്ള ഈ കുഞ്ഞു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, കുറച്ചെങ്കിലും യൂസ്ഫുൾ ആയിട്ട് വെയിറ്റ് ലോസ് ജേർണിയിലുള്ള ആൾക്കാർക്ക് കുറച്ചെങ്കിലും യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഓൾസോ കമൻറ്റ് ചെയ്യുക. നാളെ മുതൽ വെയിറ്റ് ലോസ് ജേണിക്ക് നിങ്ങൾ തയ്യാറാണോ എന്നും കൂടെ കമൻറ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ നമുക്ക് ഒരുമിച്ച് അങ്ങ് വെയിറ്റ് കുറയ്ക്കാം, ഒരു 5 കിലോ കുറച്ചേക്കാം ഒരു മാസം കൊണ്ട്. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഫാമിലിക്കും വെയിറ്റ് ലോസിന് നിൽക്കുന്ന ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. സോ അത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ലവ് യു ഗൈസ്. സ്റ്റേ ഹെൽത്തി ആൻഡ് ഡ്രിങ്ക് മോർ വാട്ടർ. ഓക്കെ, ബൈ. ലവ് യു ഗൈസ്.